ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞും ഇറാന് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും നൽകാതെ ഇത് നീട്ടിക്കൊണ്ടുപോയത് എന്തിന്റെ സൂചനയാണ്? യഥാർത്ഥത്തിൽ വേണു, ഇറാനിലെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്ന വാർത്ത യഥാർത്ഥത്തിൽ ഇറാൻ രാഷ്ട്രീയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നതാണ്. എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ സ്റ്റേക്ക്, അവരുടെ ഒരു സ്വാധീനം അതിശക്തമായി നിലനിൽക്കുന്ന സമയമാണ്. റഷ്യയും ചൈനയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. ഇന്ത്യയുമായിട്ട് ബന്ധം സൂക്ഷിക്കുന്നു. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഒന്ന് കാലിടറിയപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് നേരിട്ട് വ്ളാഡിമിർ പുടിൻ വന്നത് ഇറാനിലേക്കാണ്. ഇറാന്റെ ഷഹദ് ഡ്രോൺസ്, ഏറ്റവും ശക്തമായിട്ടുള്ള ഡ്രോണുകൾ ആക്രമണത്തിന് ഉപയോഗിക്കാൻ കൊടുത്ത ഇറാനാണ്. ഇറാന്റെ ഡ്രോണുകളാണ് ഉക്രൈനിൽ വലിയ രീതിയിലുള്ള അഗ്നി വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നിലെ ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി ഇറാനാണ്. ഹെസ്ബുള്ള ലെബനിൽ നിന്ന് അടിക്കുന്നത് ഇറാന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. ഹൂതികൾ വടക്കൻ യമനിൽ നിന്ന് അടിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ശക്തനായിട്ടുള്ള നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിലെ ഒരു അറേഞ്ച്മെന്റ് വരുന്നത് വരെ അവർ കാത്തിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ വേണു ഓർക്കുന്നുണ്ടാവും, 1984 ഇന്ദിരാഗാന്ധി മറ്റേ സ്വന്തം ഗാർഡ്സിന്റെ അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇന്ത്യൻ ഏജൻസികൾ, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനും പുറത്തുവിട്ടിരുന്നില്ല. BBC ആണ് അന്ന് രാവിലെ ഒരു 9:15 ആ വാർത്ത വിട്ടത്. ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടിയത് വെച്ച് BBC ആണ് ആ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത്. എത്രയോ മണിക്കൂർ കഴിഞ്ഞാണ് ഇന്ത്യ ആ വാർത്ത സ്ഥിരീകരിച്ചത്. കാരണം ഇന്ത്യയിൽ ഒരു ബദൽ സംവിധാനം വരുന്നത് വരെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ത്യ നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ ലേഡി ഡയാന, അവർ അധികാരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് CNN, ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. BBC മിണ്ടിയില്ല. BBC ആദ്യമായി അത് റിപ്പോർട്ട് ചെയ്തത് അവരുടെ ഫോറിൻ സെക്രട്ടറി, അല്ലെങ്കിൽ ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാനിലേക്ക് വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ വന്ന് ഇറങ്ങി ഫോറിൻ സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞതിന് ശേഷമാണ് BBC, സ്വതന്ത്ര മാധ്യമം എന്ന് പറഞ്ഞ് BBC പോലും റിപ്പോർട്ട് ചെയ്തത്. ഇറാനും ഇതേ രീതിയാണ് സ്വീകരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ചൊരു മതാധിഷ്ഠിത യാഥാസ്ഥിതിക ഭരണകൂടമാണ്. പരമാധികാരി ആയത്തുള്ള ഖൊമേനി അത് സ്ഥിരീകരിക്കുന്നത് വരെ അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ മുഹമ്മദ് മൊക്ബർ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം തന്നെ വീണ്ടും പ്രസിഡന്റ് ആവാനുള്ള 50 ദിവസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നാലും അദ്ദേഹത്തെ മുന്നിൽ നിർത്താനാണ് സാധ്യത. അദ്ദേഹം ഫസ്റ്റ് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം ഈ യാഥാസ്ഥിതിക സ്ട്രോങ് ഹാർട്ട് ലൈനർ ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത് തുടരാനാണ് സാധ്യത. നമുക്കിത് അറിയാനുള്ളത് ഇത് എന്തൊക്കെ സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത് എന്നാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള, ഇസ്രായേലാണ് ഇതിൻ്റെ പിറകിലെന്നുള്ള ചില സ്ഥിരീകരിക്കപ്പെടാത്ത രീതിയിലുള്ള ഇതൊക്കെ വരുന്നുണ്ട്. കാരണം ഇസ്രായേലിലേക്ക് 300 ഡ്രോണുകൾ അയച്ചപ്പോൾ ഇസ്രായേൽ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും. ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്ന് കരുതാനാവില്ല. കാരണം മൊസാദ് അത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏജൻസിയാണ്, ലോകത്തിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏജൻസിയാണ്. ഇറാൻ്റെ ഉള്ളിൽ കയറി അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത ചരിത്രമുണ്ട് ഇസ്രായേലിന്. അതിനേക്കാളൊക്കെ എത്ര എളുപ്പമാണ് ഒരു ഹെലികോപ്റ്റർ വേറെ രാജ്യത്തൂടെ പറന്നു പോകുമ്പോൾ എന്തൊക്കെ ഉപയോഗിക്കാം. ലേസർ ഗൈഡഡ് ടെക്നോളജി അടക്കം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. അത് ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. കാരണം ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ കൈ ഇതിൻ്റെ പിറകിലുണ്ടെന്നെങ്ങാൻ തെളിഞ്ഞാൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് 2 അടി കിട്ടിയിരിക്കുകയാണ്. അവരുടെ ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞൻ, അവരുടെ പിതാവ് ഇറാൻ ആണവ ആയുധങ്ങളുടെ അദ്ദേഹം ഫക്രിസാദയെ കൊലപ്പെടുത്തി. അവരുടെ വളരെ ശക്തനായിട്ടുള്ള സൈന്യാധിപൻ സുലൈമാനിയെ കൊലപ്പെടുത്തി. ഒന്ന് അമേരിക്ക ചെയ്തെങ്കിൽ മറ്റേത് ഇസ്രായേലാണ് ചെയ്തത്. അമേരിക്ക മൗനം പാലിക്കുകയാണ്, ഇസ്രായേൽ മിണ്ടുന്നില്ല. എന്തായാലും ഇതൊക്കെ വെച്ച് വയ്ക്കുമ്പോൾ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇതിൻ്റെയൊക്കെ ഇതിലെ പ്ലെയറായിട്ട് നിൽക്കുന്നത് ഇറാനാണ്. ഇറാൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള പ്രസിഡന്റ് കൊല്ലപ്പെടുമ്പോൾ ഇതൊക്കെ വല്ലാത്ത രീതിയിൽ ലോക രാഷ്ട്രീയത്തെ, ഇറാൻ രാഷ്ട്രീയത്തെ ഒക്കെ സ്വാധീനിക്കാൻ പോവുകയാണ്. വേണു, ശരി. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുക്ബാർ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കും.